എ സിക്ക് കൂളിംഗ് ഇല്ലെന്ന് കസ്റ്റമർ നമ്മളെ വിളിച്ച് പറഞ്ഞു. നമ്മൾ പോയി ചെന്ന് നോക്കിയപ്പോൾ കാണാൻ പറ്റിയ കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഗ്യാസ് ചെക്ക് ചെയ്തു. ഗ്യാസ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഗ്യാസ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അത് കാണുന്ന പോലെ തന്നെ സീറോയിൽ വന്ന് നിൽക്കുമായിരുന്നു. ഗ്യാസ് ഒട്ടും തന്നെ ഇല്ല. അപ്പം നമുക്ക് എന്തായാലും മനസ്സിലായി ലീക്ക് എവിടെയോ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. നമ്മൾ അടുത്തായിട്ട് ഗ്യാസ് കയറ്റാൻ നിന്നില്ല. നമ്മൾ ലീക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഗ്യാസ് കയറ്റാം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ പ്രഷർ ഇട്ട് നോക്കാൻ നിർത്തുക. ഒരു 250-350 പ്രഷറോളം നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ലീക്ക് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതും കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂട്ടിയിട്ട് നോക്കണം. ലീക്ക് കൺഫേം ആക്കിയതിന് ശേഷം ചാർജ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ അത് ചെയ്ത ഗ്യാസ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ പ്രഷർ അത്യാവശ്യം കയറിയിട്ടുണ്ട്. നമ്മൾ അടുത്ത ലീക്ക് നോക്കാനായിട്ട് പോവാണ്. സൗണ്ട് എവിടുന്നോ കേൾക്കുന്നുണ്ട്, പക്ഷേ എവിടെ നിന്നാണെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. പക്ഷേ അതാണ്ട് ഈ ഒരു ഭാഗത്ത് എന്തോ ഒരു സംതിങ് ഈ ഒരു ഭാഗത്ത് ലീക്ക് കാണിക്കുന്നുണ്ട്. ആ ഒരു മെറ്റലും കോയിലും വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ലീക്ക് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു സ്പോട്ട് എവിടെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇനി നമുക്കൊന്ന് വെൽഡ് ചെയ്ത് ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത് കുറച്ചുകൂടെ പ്രഷർ ഇട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ഞാൻ വെൽഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എവിടെ ലീക്ക് കാര്യങ്ങൾ. കാരണം 1-2 പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. കാരണം കോയിലൊന്നും വലിയ കട്ടിയൊന്നുമില്ല കേട്ടോ. ഇൻഡോറിൻ്റെ കോയിലും അതുപോലെ കണ്ടൻസർ കോയിലൊന്നും വലിയ കട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട്. കുറേ സമയം എടുത്തൊരു വർക്കായിരുന്നു. ഒരു ദിവസം തന്നെ നമ്മുടെ ഇതിനായിട്ട് തന്നെ നമ്മൾ മാറ്റി വെക്കേണ്ടി വന്നു. വീണ്ടും നമ്മൾ പ്രഷർ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം വേറെ ലീക്ക് കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ചെറിയ എന്തോ ഒരു ലീക്ക് കുറയുന്നതായിട്ട് കണ്ടു. അപ്പോൾ നമുക്ക് ഇൻഡോറും കൂടെ ഒന്ന് അഴിച്ചിട്ടൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് നോക്കാം നമുക്ക് ലീക്ക് കാര്യങ്ങളുണ്ടോ എന്ന്. ഇൻഡോർ അഴിച്ച് എന്തായാലും കാര്യമായി. ഒരു ചെറിയൊരു ലീക്ക് ഇവിടെ ഉണ്ട്, ചെറിയ മൈനോട്ട് ലീക്ക് കേട്ടോ. അപ്പോൾ അതും ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് കാര്യങ്ങൾ കയറ്റുന്നതിന് മുമ്പ് തന്നെ ഞാൻ വാക്വം ചെയ്തായിരുന്നേ. വാക്വം ചെയ്തിട്ടാണ് ഗ്യാസ് കയറ്റുന്നത്. ഇത് ടെമ്പറേച്ചറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ടെമ്പറേച്ചറൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ വർക്ക് ഏകദേശം ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. കൂളിംഗ് ഒക്കെ പക്കായിട്ട് വരുന്നുണ്ട്. എയർ ഫ്ലോ ഒക്കെ നല്ല രീതിയിൽ തന്നെ എയർ ഫ്ലോയും കൂളിങ്ങും കാര്യങ്ങളൊക്കെ നല്ലപോലെയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.